സിന്ദാബാദ്, കേരള സാംബവർ സൊസൈറ്റി സിന്ദാബാദ്, APPS സിന്ദാബാദ്, SC സംയുക്തവേദി സിന്ദാബാദ്, GV രാജ കായിക സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കായിക പ്രതിഭയെ വാദിക്കണേ, നടപടിക്കെതിരെയാണ് ഈ ബഹുജനങ്ങൾ ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഞങ്ങളുടെ സമുദായത്തിന് ഇതുപോലെ അണിനിരക്കേണ്ടി വരുന്നുണ്ട് എന്നത് ജനാധിപത്യ കേരളത്തിനൊട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല. തിരുവനന്തപുരത്തും കാസർഗോഡും കോഴിക്കോടും എറണാകുളത്തുമെല്ലാം കോട്ടയത്തുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആയിരക്കണക്കിന് പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും ആയിരക്കണക്കിന് സെക്രട്ടേറിയറ്റ് മാർച്ചുകളുമാണ് ഈ സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരപ്പോഴെല്ലാം ആവശ്യപ്പെടുന്നത് ഭരണഘടന അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതിയാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെയോ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെയോ കാരുണ്യമല്ല ഈ സമുദായം ആവശ്യപ്പെടുന്നത്. മറിച്ച് ലോകമാദരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ഈ സമുദായ അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള സവിശേഷമായ അവകാശങ്ങൾ ഉറപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത്തരൊരാവശ്യം തന്നെയാണ് ഈ മാർച്ചിലും ഉന്നയിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 135 വർഷങ്ങളായി ഞങ്ങൾ കേരളത്തിലെ തെരുവുകളിൽ യുദ്ധം ചെയ്യുകയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹം മറന്നു പോകരുത്. മഹാത്മാ അയ്യൻകാളെ 1893 വില്ലുവണ്ടി ഓടിച്ച നാൾ മുതൽ ഇന്ന് വരെ 10,000കണക്കിന് സമുദായ അംഗങ്ങളാണ് മഴയും വെയിലും കൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. ഏറ്റവും ചെറിയൊരാവശ്യത്തിനു വേണ്ടി പോലും നീതി നടപ്പിലാക്കുവാൻ, നിയമം നടപ്പിലാക്കുവാൻ തെരുവിൽ വരേണ്ട ഒരു ഗതികേട് ഈ സമുദായത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഈ ഭരണ സംവിധാനവും ഭരിക്കുന്നവരുടെ താല്പര്യവുമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഈ മാർച്ച് നടത്തുന്നത് ഈ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ CIയോട് എന്തെങ്കിലും യാചിക്കുവാനല്ല, അയാൾ അങ്ങോട്ട് കരുതുകയും വേണ്ട. മറിച്ച് ഞങ്ങളുടെ സമുദായാംഗമായിട്ടുള്ള
കേവലം 14 വയസ്സുള്ള ഫുട്ബോളർ, ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയുന്ന പ്രതിഭാശാലിയായ ഒരു ഫുട്ബോളറെ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ചൊരു സംഭവം ഒരു പരാതി രൂപത്തിൽ ഇവിടുത്തെ സർക്കിളിന് മുന്നിൽ എത്തിയിരുന്നു നാളുകൾക്ക് മുമ്പ്. താങ്കൾ അതിൽ എന്ത് നടപടിയെടുത്തു എന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആ നടപടിയെടുക്കുക നിങ്ങളുടെ താല്പര്യമല്ല, അവിടെ നിങ്ങളുടെ താല്പര്യം പ്രധാനമല്ല, മറിച്ച് ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുശാസിക്കുന്നതിന് പ്രകാരം ഉള്ള നടപടികൾ നിങ്ങൾ പൂർത്തീകരിച്ചോ? ഇതാണ് ഞങ്ങൾക്കറിയേണ്ട കാര്യം. പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന് സമാധാനം നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ, ഈ ചെറുപ്പക്കാരികൾ, വിദ്യാർത്ഥികൾ, പ്രായമായവർ, വീട്ടമ്മമാർ ഒക്കെ ഈ തെരുവിലൂടെ ഇങ്ങനെ കിലോമീറ്ററുകൾ നടന്നിവിടെ മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ പയ്യനെ പിടിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ആരായാലും അവർക്കിട്ട് അടി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ടൊന്നും അല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങൾ നിയമം അനുസരിക്കുന്നവരായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഞങ്ങൾ മാന്യന്മാരായ പൗരന്മാരായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അല്ലാതെ ഇവിടെ ആരെയും പേടിച്ചിട്ടല്ല. അങ്ങനെ പേടിയില്ലെന്ന് മഹാത്മാ അയ്യൻകാളി ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഞങ്ങളിവിടെ മർദ്ദനത്തിനും ഭീഷണിക്കും പ്രശ്നങ്ങൾക്കും പോകാത്തത് അവരെ കൊണ്ട് അതൊന്നും പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണെന്ന് സാക്ഷാൽ CI അടക്കം കരുതണ്ട. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു 40 വർഷമെങ്കിലുമായി കേരളത്തിലെ ദളിത് സമുദായം മുന്നോട്ട് വെക്കുന്ന പല ആവശ്യങ്ങളും ഇവിടെ നിരാകരിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട് എന്ന കാര്യവും നിങ്ങൾ മറക്കണ്ട. അപ്പം ഈ ആദിത്യനെ പിടിച്ചുകൊണ്ട് പോയി അതിഭീകരമായി മർദ്ദിച്ചു. ഒരു സ്ഥലത്ത് വെച്ചല്ല, പല സ്ഥലത്ത് വെച്ച്. ഞാൻ ഈ സർക്കിളിനോട്, ഇയാൾ നിയമം പഠിച്ച ആളായിരിക്കുമല്ലോ, പഠിച്ചിരിക്കണമല്ലോ മിനിമം നിയമം. ഒരു ആളെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഒരു സംഘം വന്ന് വിളിച്ചിറക്കി വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തിട്ട് മർദ്ദിച്ച് അയാൾ ആശുപത്രിയാകുന്നത് ഒരു കുറ്റകൃത്യമാണോ അല്ലയോ എന്നുള്ളതിന് ആദ്യം നിങ്ങൾ സമാധാനം പറയണം. അങ്ങനെ അതൊരു കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റവാളികൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ്. ഇയാളൊരു മജിസ്ട്രേറ്റാണ് ജാമ്യം കൊടുക്കാൻ. ഇയാൾക്ക് ഈ പട്ടികവർഗ നിരോധന നിയമം എന്ന് പറഞ്ഞ നിയമമുണ്ടെന്ന് അറിയാമോ? അത് നിങ്ങൾക്കറിയത്തില്ല, അത് ഞങ്ങൾക്കറിയാം. അതാ ഈ പറയുന്ന കാര്യം. ഈ പരാതിയിൽ അവരെപ്പോൾ ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള പട്ടികജാതി നേതാക്കൾ, ദളിത് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നപ്പോൾ ഞങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ആവർത്തിച്ച് ആദിത്യനും അവൻ്റെ അച്ഛനും പറഞ്ഞിട്ട് അത് രേഖപ്പെടുത്തിയില്ല എന്നാണ്. എന്താണ് രേഖപ്പെടുത്തുക? ഈ പട്ടികജാതിക്കാരാന്ന് പറയുന്നതേ ഈ സർക്കിളിനോട് ലോൺ ചോദിക്കാനൊന്നുമല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇത് കാര്യം വേറെയാ. പട്ടികജാതിക്കാരെന്ന് പറഞ്ഞ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗത്തിന് ഇന്ത്യൻ ഭരണഘടന പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് എന്ന കാര്യം സർക്കിൾ മനസ്സിലാക്കണം. പ്രത്യേക പദവി. അവരെ ആക്രമിച്ചാൽ, അവരെ ആക്ഷേപിച്ചാൽ അവരെ ജാമ്യം കൊടുക്കാതെ പിടിച്ചിടാൻ നിയമമുണ്ടെന്ന് അറിഞ്ഞ് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തണമെന്ന് പറയും. ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായി രേഖപ്പെടുത്തുകയും SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നൊരു കാര്യമുണ്ട്. പൊതുവിൽ ഞാനിത്ര കേസുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ഒരാളെന്ന നിലയിൽ അത് തെളിവില്ല. അത് ജാതി പറഞ്ഞാൽ മാത്രം പോരാ, കൂടെ തെറികൾ വിളിക്കണം അത്രേ. നിങ്ങൾ ആദ്യം ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. എനിക്കതേ പറയാനുള്ളൂ. ആദ്യം ഈ നിയമം ഒന്ന് എടുത്ത് വായിച്ചു. ഇതിനകത്ത് തെറി വിളിക്കുന്ന കാര്യമൊന്നും അല്ല പറയുന്നത്. ഒരു അനധികൃതമായി ഒരു പട്ടികജാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചാൽ അത് കേസ് വേറെ. അത്തരം ഗുരുതരമായൊരു കുറ്റകൃത്യമുണ്ടായിട്ട് പ്രതിയെ രക്ഷിക്കുന്ന നടപടിയെടുത്താൽ ഒരു കാര്യം പറയാം, പേരൂർക്കട SI ഇപ്പോൾ ഒളിവില, അവർ ഒളിവിൽ പോകേണ്ടി വരും.
പേരൂർക്കട ASI ഇപ്പോൾ ഒടുവില ദളിതർ സമരം ചെയ്ത് തന്നെയാണ് അത് നേടിയത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അവിടെ ഒരു കക്ഷിയുടെ 2 പവന്റെ മാല കണ്ടില്ലെന്നാ പറയുന്നത്. അപ്പോൾ അവർ കുറച്ച് പൈസയൊക്കെയുള്ള വീട്ടിലെ ആളാണ്. കാറെ വന്നിറങ്ങി SIയോട് പറഞ്ഞു, എൻ്റെ 2 പവന്റെ മാല കാണുന്നില്ലെന്ന്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താ? ഇയാളൊരു നിയമ പാലകനല്ലേ? ഈ പരാതിയുടെ വെറാസിറ്റിയാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഈ പരാതി ശരിയാണോ തെറ്റാണോ? അപ്പോൾ വീട്ടിൽ പോയി അന്വേഷിക്കണം. പോയോ, നിങ്ങൾ കൃത്യമായി നോക്കിയോ എന്നൊക്കെ അന്വേഷിക്കണം. ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ആരെയാ നിങ്ങൾക്ക് സംശയം എന്ന് ചോദിച്ചു. 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ വീട്ടുജോലിക്ക് വന്ന ബിന്ദുവിനെയാണ് സംശയം. ബിന്ദുവിനെ 2 ദിവസം മുമ്പ് ജീവിതത്തിൽ അവർ കാണുന്നത്. ഒന്ന് ഓർക്കണം, നമ്മളോടുള്ള ഈ മനുഷ്യരെന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്ത 2 കാലിൽ നടക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്. അവർക്ക് നമ്മളോടുള്ളൊരു മനോഭാവമാണ്. നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ബിന്ദുവിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ കൂടി 2 ദിവസമേ കണ്ടുള്ളൂ. 3-ാം ദിവസം ബിന്ദു കള്ളിയാണെന്ന് പറഞ്ഞ പരാതി കൊടുക്കാൻ ഒരറപ്പുമില്ലാത്ത, ഒരു മടിയുമില്ലാത്ത മൃഗമാണ് ആ സ്ത്രീ. അപ്പോൾ അവർ പറയണ കേട്ട് വൈകുന്നേരമായപ്പോൾ അവളുടെ മകള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക. കാറയിലാണ് ചെല്ലുന്നത്. 2 പോലീസുകാർ, ASIയുടെ നേതൃത്വത്തിൽ 2 പോലീസുകാർ മകളുടെ കാറിൽ കയറി പോവുക. ഏത് ബിന്ദുവിൻ്റെ വീട്ടിലേക്ക്. ബിന്ദുവിനെ കൂടി കയറ്റി, ബിന്ദുവിനെ വിളിച്ചു ഇരുത്തിയിരിക്കുക. അവരെ കൂടി കയറ്റി തെളിവെടുപ്പിനുണ്ട്. അപ്പം നാട്ടുകാർ മൊത്തം അറിഞ്ഞു ബിന്ദു മാല മോഷ്ടിച്ചു. പോലീസ് വന്നു. സംഭവം പ്രശ്നമായി. തിരിച്ചു കൊണ്ടുവന്നു. ഇതിനെതിരെ വലിയ സമരങ്ങൾ നടന്നു. ദളിത് സമുദായ മുന്നണിയൊക്കെ പേരൂർക്കട സ്റ്റേഷനിലേക്ക് നേരിട്ട് മാർച്ച് നടത്തി. ഞങ്ങൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. അതങ്ങനെ അവർ കേട്ടോ. പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. ഇവരുടെ ഒരു സ്ഥിരം ജോലിയാണ് പോലീസിന്. അപ്പം അതിനകത്തുള്ള ഒരു കുറ്റകൃത്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ഒരു സ്ത്രീയെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ഏത് സാഹചര്യത്തിലായാലും പാർപ്പിക്കാൻ പാടുള്ളതല്ല. നിയമമാണ്. അല്ലെങ്കിൽ സർക്കിൾ പറയട്ടെ, ഇവിടുത്തെ സർക്കിൾ പറയട്ടെ അങ്ങനെ നിയമമില്ലെന്ന്. കോടതിയിൽ ഹാജരാക്കിക്കോണം. കുറ്റകൃത്യം ഗുരുതരമാണ്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ വിട്ടോണം. അല്ലാതെ പോലീസിന് കസ്റ്റഡിയിൽ വെക്കാൻ അവകാശമില്ല. ഈ പോലീസ് എന്ന് പറയുന്നത് നിയമം പാലിക്കുവാനും മറ്റുള്ളവരെ കൊണ്ട് പാലിപ്പിക്കുവാനും, അല്ലാതെ നിയമം ബാധകമല്ലാത്ത മനുഷ്യരൊന്നുമല്ല. ADGP ഒക്കെ ഉണ്ട്. ഇവിടെ ഉള്ളവർ കിടന്ന് ചാടുമൊന്നും വേണ്ട, പോലീസുകാരും CI ഒന്നും. ADGPക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് അയാൾ ട്രാക്ടറെ കയറി ശബരിമലയ്ക്ക് പോയി. അങ്ങനെ തന്നെ നമ്മൾ കാണും. ഇവരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാ. ശുദ്ധമണ്ടന്മാരും അലവലാദികളുമാണ് ADGP അടക്കമുള്ള ആൾക്കാർ. നമ്മളെന്താ വെറുതെ മനുഷ്യരെ തെറ്റിദ്ധരിക്കുന്നത്? ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്, ഇവരൊക്കെ വലിയ കുടുംബക്കാർ. എന്ത് കുടുംബം? അവർ തലയ്ക്ക് വെളിവുള്ള ട്രാക്ടറെ കയറി പോവും. തലയ്ക്ക് വെളിവില്ലാത്തവനാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്ര തലയ്ക്ക് വെളിവുകേട് ഞങ്ങളോട് കാണിക്കരുത്. അതാണ് പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ല, നിങ്ങൾ പോയി ചികിത്സിച്ചോണം. അതല്ലാതെ ഞങ്ങളെ മെക്കിട്ടുകാർ ഞങ്ങളുടെ സമുദായത്തെ അപമാനിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പം ആദ്യത്തെ പിടിച്ചോണ്ട് പോയതൊരു കുറ്റകൃത്യമാണ്. അപ്പോൾ അതിനകത്ത് 2 പ്രതികൾ മാത്രമാണ് പ്രായപൂർത്തി എത്തിയവർ. ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളാണ്. ഈ കുറ്റവാളികളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇന്ത്യയിലൊരു നിയമം. കുറ്റവാളികളെ എന്ത് കുറ്റം ചെയ്താലും മക്കൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ചായ കൂടി കുടിച്ചു എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇന്ത്യക്കകത്തില്ല. ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡുണ്ട്. ഈ എറണാകുളത്തുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അങ്ങോട്ട് സത്യസന്ധമായി വിശദമായ അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞാറക്കൽ CIക്കുണ്ട്. നിങ്ങളത് ചെയ്തിട്ടുണ്ടോന്നാ ചോദ്യം. ആദിത്യനും പിതാവും പറഞ്ഞ കാര്യം രേഖപ്പെടുത്താത്ത കള്ള റിപ്പോർട്ടല്ല കൊടുക്കേണ്ടത്. വസ്തുനിഷ്ഠമായ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുക. പിന്നെ കോടതി നോക്കുള്ളൂ. കോടതിയിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ആദിത്യന് വേണ്ടി എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാം. അപ്പം ഈ 18 വയസ്സിൽ താഴെയാണ് എന്ത് കുറ്റം ചെയ്താലും കുഴപ്പമില്ലെന്നാ പൊട്ടന്മാർ വിചാരിച്ചു. അങ്ങനല്ല. നിർഭയ കേസ് നിങ്ങൾക്കറിയാമോ? ഒരു ബസ്സിൽ ഒരു പെൺകുട്ടി മാത്രം യാത്ര ചെയ്യുന്നു. രാത്രി
ബസ് ക്ലീനറും ബസ് ഡ്രൈവറും മറ്റൊരാളും കൂടി ആ കുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. അതിലൊരു പ്രതി പ്രായപൂർത്തിയാകാത്തവനാണ്. 18 വയസ്സ് 21 വയസ്സ് തികയാത്തവനാണ്. പക്ഷെ അവൻ ബലാത്സംഗം ചെയ്ത ആളാണ്, പ്രായപൂർത്തിയായില്ല. അതുകൊണ്ട് അവനെ ജുവനൈൽ ജസ്റ്റിസിൽ വിടുന്നു. സുപ്രീം കോടതി പറഞ്ഞു അവൻ ചെയ്ത കുറ്റം മാരകമായ കുറ്റമാണ്, മനുഷ്യവംശത്തിന് ഭീഷണിയാണ്. അവനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവനെ ഈ കോടതി ശിക്ഷിക്കാമെന്ന് അവനെ വിളിക്കാൻ പറഞ്ഞു. അതറിയാമോ സർക്കിളിന്? അവിടെ കുഞ്ഞുങ്ങളിയാന്നൊന്നും പറയരുത്. കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റിയാണ് ആളെ ശിക്ഷിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അതല്ലാതെ അവന് പൈസയുണ്ട്, അവന് മുന്തിയ സമുദായമാണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പിന്നെ ഇതൊന്നും അല്ല. ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ആഴമാണ്, അതിൻ്റെ പരപ്പാണ് ആ കേസ് ഗ്രേവാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിക്കേണ്ടത്. ജുവനൈൽ കോർട്ട് വെറുതെ വിട്ടോട്ടെന്നേ, ഞങ്ങൾ നോക്കിക്കോളാം. സർക്കിൾ ചെയ്യേണ്ട കാര്യം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള. 2 പേരെന്തായാലും പ്രായപൂർത്തി എത്തിയവരാ. അവരെന്ത് ചെയ്തു? ഈ പുള്ളി ജാമ്യം കൊടുത്തെന്നാണ് പറയുന്നത്. അദ്ദേഹം ജാമ്യം കൊടുത്ത് എങ്ങനെയാണെന്നറിയാമോ? സർക്കിളിന് ജാമ്യം കൊടുക്കാം, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാം, പല കേസിലും കൊടുക്കാൻ പറ്റും. അതിനാണ് ഈ ജാമ്യം കൊടുക്കാനാണ് ആദിത്യനും അച്ഛൻ സാജുവും പറഞ്ഞിട്ട് ഞങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതാതിരുന്നത് ഈ ജാമ്യം കൊടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് എഴുതിക്കോണം. SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യത്തിലാണ് ഈ കുട്ടിപ്പട്ടാളവും ഈ മുതിർന്നവരും ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി എഴുതണം. SC/ST അട്രോസിറ്റീസ് ആക്ട് ബാധകമാണതിന്. തെറി വിളിക്കാനും ആരെങ്കിലും വെറുതെ അപമാനിക്കാനും അല്ല. അതുമാത്രമല്ല, പട്ടികജാതിക്കാർ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അവനകത്തു പോവും. അതാ ഈ നിയമത്തിൻ്റെ ബലം. മാലിന്യം വലിച്ചെറിഞ്ഞാലേ അകത്തു പോവും. എന്നിട്ട് പറയണത് അത് തെറിയല്ലേ വിളിച്ചുള്ളൂ, ജാതി കൂട്ടിയിട്ടായിരുന്നു. ജാതി കൂട്ടിയപ്പോൾ തെറി വിളിച്ചില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ന്യായമല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അതുകൊണ്ട് ഈ മാർച്ച് ആവശ്യപ്പെടുന്ന കാര്യം സത്യസന്ധമായൊരു അന്വേഷണം നടത്താൻ നിങ്ങൾ നിയമപരമായി ബാധ്യസ്ഥമാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു വിരോധമോ ഒരു ഇടപാടോ ഇല്ല. ഇതൊരു സമുദായത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിൽ ഏതാണ്ട് 60 ലക്ഷത്തിലധികം വരുന്നൊരു സമുദായത്തിൻ്റെ ആവശ്യമാണത്. ഞങ്ങളുടെ ഒരു ഭാവി വാഗ്ദാനത്തെയാണ് അതിഭീകരമായമാർ മർദ്ദിച്ചത്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സർക്കിളിന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരൊറ്റ ദിവസം തന്നെ ഒരു വലിയ സംഘം അവിടെ എത്തിച്ചേർന്നത് ഗൂഢാലോചന നടക്കാതെ? അവിടെ നിന്നും കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് 2 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഇത് നേരത്തെ ആലോചിക്കാതെ നടക്കുമോ? ഗൂഢാലോചന ഒരു കുറ്റമല്ലേ? ഒരു കുട്ടിയെ മുറിവേൽപ്പിക്കുന്നത് കുറ്റമല്ലേ? ആക്രമിക്കുന്നത് കുറ്റമല്ലേ? അതിൽ മുതിർന്നവർ പ്രതിയായിരിക്കെ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അവരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നാലേ ഈ സമൂഹത്തിൽ നീതി പുലരും. ഈ വിഭാഗത്തെ എന്ത് ചെയ്താലും ചില ആൾക്കാർ പറയാം, ഞാൻ കൊല്ലും കൊലയുമുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതാണ്. ഞങ്ങളാരും കൊല്ലും കൊലയുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതാണ് ഞങ്ങളാരും പറയുന്നത്. പക്ഷേ ഇനി ഞങ്ങളോട് കൊല്ലയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടി മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഇവിടുത്തെ തുല്യ പൗരന്മാരാണ്. അതുകൊണ്ട് കൊല്ലും കൊലയൊക്കെ പണ്ട്, ആ കച്ചേരിയൊന്നും ഇനി എടുക്കണ്ട. ഇവിടെ ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഈ സമുദായത്തിൻ്റെ ഒരു ഭാവി ആകാൻ എല്ലാ സാധ്യതയുമുള്ള ആദിത്യൻ എന്ന് പറയുന്ന ഫുട്ബോളറെ അതിഭീകരമായി മർദ്ദിച്ചു. അവരൊരു കുറ്റകൃത്യത്തിലേർപ്പെടും. ആ കുറ്റകൃത്യത്തിൽ ഒരു നടപടി ഉണ്ടാവുന്ന സമൂഹത്തിനൊരു സന്ദേശമാണ്. ആ സന്ദേശം ഈ മുതിർന്നവരെ പിടിച്ചകത്തിട്ടാൽ ആ സന്ദേശം പോകുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. പോവും, തീർച്ചയായിട്ടും പോകും. ആൾക്കാരോട് ഇടപെടുമ്പോൾ അവരെത്ര പാവപ്പെട്ടവരാണ്, കുഴപ്പമില്ല, അടി കൊടുത്താലും പ്രശ്നമില്ല, ആരും ചോദിക്കാൻ. ഈ മനോഭാവത്തിൽ വലിയ തിരുത്തുണ്ടാവും. ഞങ്ങൾക്കറിയാം ഈ കേരളത്തിൽ ജാതിയൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് മാന്യന്മാർ നടക്കുന്നുണ്ടല്ലോ. ജാതി ഇല്ലാത്ത എന്നാന്നറിയാവോ?
ഞാറക്കൽ പരസ്യമായിട്ട് ഞങ്ങളെ ജാതി വിളിച്ച് ആക്ഷേപിച്ച് അടി തരും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ജാതി ഇല്ലാത്തത്. ഇത് ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെന്നേ. ഞാറക്കൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും വെറുതെ കയറി ജാതി പറഞ്ഞാൽ തല്ലുപേടി. അതുകൊണ്ട് ആരും പറയാല്ല. എന്നിട്ട് അവർ തന്നെ പറഞ്ഞെടുക്കാം ജാതിയില്ല കേട്ടോ. ഈ കള്ളത്തരവും കൗശലമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് നമ്മൾ വളരെ കൃത്യമായ ശരിയായ ഒരു ഡിമാൻഡാണ് റേസ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാറക്കൽ പോലീസ് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സമുദായം മുന്നോട്ട് വെക്കുന്നത്. അത് പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും. പരിഹരിച്ചില്ലെങ്കിൽ 2-3 കാര്യങ്ങൾ ഉദാഹരണം കൂടി പറയാം. എന്നാൽ ഞാൻ അവസാനിപ്പിക്കും. ഈ മധുവിൻ്റെ കേസ് അട്ടിമറിക്കാൻ വലിയ നീക്കങ്ങൾ നടത്തി. അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസ്, അട്ടപ്പാടിയിൽ ഒത്തിരി കൊലപാതകം നടന്നിട്ടുണ്ട് വർഷങ്ങളായി. എല്ലാ വർഷവും കൊലപാതകവും നടക്കും. ഒരു പ്രതി പോലും പിടിക്കപ്പെടുകയല്ല. അതാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കെട്ടിത്തൂങ്ങി കുത്തിയിരിക്കുന്ന ഒരു പ്രതി 82-ലുണ്ടായി. ആ കേസിൽ പോലും ആരും ശിക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെയുള്ള അട്ടപ്പാടി മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 14 പേരെ ബുക്ക് ചെയ്യും. അതിനകത്ത് 12 പേരെ അകത്ത് വിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കൂടി സംഭവിക്കുന്ന പറ്റിയൊരു സ്ഥലമാണ് കേരളം എന്നറിയണം. തീർച്ചയായിട്ടും അത് സമൂഹം പഠിക്കേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളുടെ സമൂഹം അത്രമേൽ വംശീയമായ ശത്രുത പുലർത്തുന്നതുകൊണ്ട് സമൂഹമൊന്നും പഠിക്കുന്നില്ല. 1 മാസം മുമ്പാണ് മറ്റൊരു ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് ഈ അട്ടപ്പാടിയിൽ ആക്രമിക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. നമ്മൾ ഓർക്കണം. ഇനി അതിനുശേഷം ഈ നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന തൃശ്ശൂർ കൊല്ലപ്പെട്ടൊരു ചെറുപ്പം 17 വയസ്സേ ഉള്ളൂ. പോലീസ് പിടിച്ചോണ്ട് പോയി. എപ്പോൾ പിടിച്ചോണ്ട് പോയി? വഴി സൈഡിൽ നിന്ന് വർത്താനം പറയുന്നത് ഒരു പെൺകുട്ടിയായിട്ട്. പോലീസ് വന്ന് പറയുന്നത് ഇവിടെ മാല മോഷണം പോയിട്ടുണ്ട്, നീ പോലീസ് സ്റ്റേഷൻ വരെ വരണം. കാണുമ്പോഴേ അവനെ മോഷ്ടമാണെന്ന് പോലീസ് അങ്ങ് തീരുമാനിക്കുക. ഇതൊരു വംശീയമായ മുൻവിധിയാണ്. പോലീസുകാർക്ക് പറ്റിയ പണിയാണ്. പോലീസുകാർ അങ്ങനെ അല്ല കാര്യങ്ങളെ കാണുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിയമപരമായും കാര്യങ്ങളെ കാണും. ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആദ്യം ചോദിച്ചു, നീ എന്തിനാ മുടി നീട്ടി വളർത്തിയെന്നാണ്. പോലീസുകാരൻ്റെ മുടിയല്ലല്ലോ അവൻ നീട്ടി വളർത്തിയത്, അവൻ സ്വന്തം മുടിയല്ലേ നീട്ടി വളർത്തിയത്. അതിനുള്ള അവകാശം അവനില്ലേ. അവനെ അപ്പനെ വിളിച്ചു വരുത്തി, അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് മകൻ്റെ മുടി വെട്ടിക്കൊള്ളുന്നുണ്ട്. അച്ഛൻ മുടി വെട്ടുകാരനാണ്. പോലീസിന് എന്നാ പണി? ബാർബർ ഷോപ്പ് നടത്തുള്ളൂ. ഇവർക്ക് എന്താ ജോലി? ഇവിടെ ചെറുപ്പക്കാർക്ക് മുടി നീട്ടണ്ടേ അത് അവർ തീരുമാനിച്ചോളും. അതിനകത്ത് പോലീസ് കയറി ഇടപെടൊന്നും വേണ്ട. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും, കേസെടുത്തോട്ടെ. അത് മനസ്സിലായി. പോയ വഴിക്ക് ഈ ഭീകരമായിട്ടാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്. ഈ വിനായകൻ കൂട്ടുകാരൻ സാക്ഷിയാണ്, അവൻ പറയുന്നുണ്ട് ഇത് ഭീകരമായി മർദ്ദിച്ചു. ആ കേസ് തേച്ചു മായ്ച്ചു കളഞ്ഞ ചരിത്രമാണ് തൃശ്ശൂർ പോലീസിനുള്ളത്. 3 DYSPമാർ അന്വേഷിച്ചു. കോടതി വീണ്ടും ഇടപെട്ട് 3 DYSPമാർ അന്വേഷിച്ചു. 3 പേർ റിപ്പോർട്ട് കൊടുത്തത് അവനെ നന്നാക്കാൻ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. പോലീസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവനെന്ന് അഴിഞ്ഞാടി നടക്കുമായിരുന്നു. അവനെ നന്നാക്കാൻ ഇവരൊന്നും പരിശ്രമിച്ച എന്നാ പറയുന്നത്. നന്നാക്കാൻ ആരാ? ഇവരാണോ വിനായകൻ്റെ അപ്പനും അമ്മയും? ഇവരാരാണ്? ഈ പോലീസുകാരാരാണ് ഈ പറയുന്നത്? അവർക്ക് നന്നാക്കലാണോ അവരുടെ ജോലി? പക്ഷെ അത് വിട്ടേക്ക്, അത് അവർ വീട്ടുകാർ തീരുമാനിച്ചോളും നന്നാക്കൽ. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നാട്ടുകാർ നന്നാക്കിക്കോളും. നാട്ടുകാർ സമ്മതിച്ചില്ലേ പോലീസിനെ വിവരറിയും വന്ന് നന്നാക്കിയാൽ മതി. അതുവരെ നിങ്ങൾ നേരിട്ട് നന്നാക്കലൊക്കെ നിർത്തിയാൽ മതി. 7 വർഷം കേസ് ഉഴപ്പി നെൽസൺ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്നിട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കാരണമില്ല എന്ന് കാണിച്ച് 3 റിപ്പോർട്ടിനെ മറികടന്ന് ഈ അവനെ മർദ്ദിച്ച 2 പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് കോടതി വിധി സമ്പാദിക്കുകയും ആ കേസ് മുന്നോട്ട് പോവുക. അവന്മാരെ നമ്മൾ വെറുതെ വിടുക, അത് തീരുമാനിച്ച കാര്യം. അതേത് പോലീസായാലും കൊള്ളാം, അവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ 7 വർഷം കഴിഞ്ഞു ആ കേസിൻ്റെ പിൻപേ പോവുകയും കേസ് നടത്തുകയും ആ പോലീസുകാർ കുറ്റക്കാരാണെന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ഇത് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നവർ കേൾക്കാനല്ല, പോലീസുകാരോട് കേൾക്കാനായി പറയും. വെറുതെ ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും പറഞ്ഞ കേട്ട് വരുന്ന പ്രതിയെ ഇടിച്ച് അവനെ
കൊന്നു കളഞ്ഞിട്ട് പിന്നെ അയ്യോ അവർ പറഞ്ഞിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങളങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഉത്തരവാദിത്തമുള്ള നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവും. ഏറ്റവും അവസാനം ഈ 2 കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. ഇനി 3-ാമത്തെ കേസ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്ത് മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കേസിൽ സർക്കാർ അടുക്കുന്നില്ല. സർക്കാരിന് താല്പര്യം കേരളത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. ഭരിക്കാൻ അറിയത്തില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതാണ് സാക്ഷാത് പിണറായി വിജയൻ ചെയ്യേണ്ട ഒരു കാര്യം. അതല്ലാതെ അങ്ങ് ഭരിക്കുകയല്ല, ഭരിച്ചു മുടിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിന് എടുത്തു പറയാവുന്ന ഒരു നടപടിയും ഇല്ല എന്ന് നമ്മൾ അറിയണം. എത്രയോ കേസുകളാണ് ഒരു തുമ്പുമില്ലാതെ പോയി. സ്വപ്ന സുരേഷ് സ്വർണം കിടക്കുന്നു, കുറേ നമ്പ്യാന്മാരതിൻ്റെ പുറകെ പോകുന്നു. സ്വപ്ന സുരേഷൻ ജോലി കൊടുക്കാൻ കുറേ RSSകാർ രംഗത്ത് വരുന്നു, അവർ ജോലി കൊടുക്കുന്നു. സ്വപ്ന സുരേഷ് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എങ്ങനെയുണ്ട്? സരിതാ നായർ സോളാർ വിൽക്കുന്നു, വിറ്റെന്ന് പറയുന്നു, വിറ്റോ വിറ്റില്ലയോ അവൾ കാശുണ്ടാക്കുന്നു. അവളെക്കുറിച്ച് വലിയ ആരോപണം വന്നപ്പം സരിതാ നായർ തന്നെ കേരളത്തോട് ഞാൻ വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല, എനിക്ക് ഇത്രയൊക്കെ കഴിഞ്ഞില്ലെന്ന്. എത്രയൊക്കെ കഴിഞ്ഞെന്നാണ് പറയണേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, ഈ കേസിലെല്ലാം പ്രതികൾ ഈ ആഢ്യ മനുഷ്യരാ, ഇവിടുത്തെ സാധാരണക്കാരല്ല. നമ്പ്യാന്മാരും നായന്മാരും ഒക്കെ ആഢ്യരെന്ന് സ്വയം കരുതുന്ന കുലസ്ത്രീകളാണ് ഈ കേസിൽ മുഴുവൻ പ്രതികൾ. നമ്മുടെ കുട്ടികളല്ല, ആരും പ്രതികളല്ല. എന്നിട്ട് പിന്നെയും എവിടെയെങ്കിലും മാല മോഷണം പോയാൽ നമ്മുടെ കുട്ടികളെ പിടിച്ചോട്ട് പോകും പോലീസ്. അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ, പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായി. മനുഷ്യാവകാശ ലംഘനം നടത്തി, സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചു, അവരുടെ വസ്ത്രമഴിച്ച് പരിശോധിച്ചെന്ന്, മാലയുണ്ടോന്ന്, സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചു. SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേസാണത്. കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി. അതിൽ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു DYSPയെ, പത്തനംതിട്ടയിലുള്ള DYSPയെ അന്വേഷണ കമ്മീഷനായി വെച്ചു. അന്വേഷണം നടന്നു. ഇവർക്കെതിരെ, ആർക്കെതിരെ? SI, ASI, പെറ്റീഷൻ കൊടുത്ത ആള്, അവരുടെ മകള്, 4 പേർക്കെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുക്കണം എന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തു. ഒരാളെ. എന്തായിരിക്കും കാരണം? തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞത് SIയുടെയും ASIയുടെയും ഫോട്ടോ കയ്യിലില്ലാത്തത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞൊരു കാര്യം. ഇവരെന്താ ഈ ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യുന്നത്? പോലീസ് എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ നിരുത്തരവാദപരമായി ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെടുന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾ നിയമപരമായൊരു കാര്യം ആവശ്യപ്പെട്ടാലും നിങ്ങൾ സമ്മതിച്ചു തരാത്തത് കൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഇവിടെ വന്നു നിന്ന്, എൻ്റെ സമുദായത്തിന് ഇവിടെ വന്നു നിന്ന് ഇതെല്ലാം പറയേണ്ടി വരും. ഞങ്ങൾക്ക് ഈ സംവിധാനത്തോടോ പോലീസുകാരോടോ വിരോധം കൊണ്ട് പറയുന്നില്ല. നിങ്ങൾ കാണിക്കുന്നത് നിയമപരമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിയമം പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് അധികമായി ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന നീതി ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ പ്രക്ഷോഭവുമായി നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വരെ വഴിയൊന്നുമില്ല. വൈപ്പിൻകര ഏറ്റവും പ്രബുദ്ധമായ സ്ഥലങ്ങളിലൊന്ന്. പണ്ഡിറ്റ് കറുപ്പനെയും സഹോദരൻ അയ്യപ്പനെയും വളർത്തിയ ഒരു സ്ഥലമാണ്. ഗുരു സ്ഥിരമായി വന്നുപോയ ഒരു സ്ഥലമാണ്. അങ്ങനെ വളരെ വലിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക്, മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രബുദ്ധരായ മനുഷ്യർ ജീവിക്കുന്നൊരിടമാണ്. ഇവിടെ ഈ അനീതി ദലിതർ അല്ലെങ്കിൽ പട്ടികവർഗക്കാർ മാത്രം ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല. പൊതുസമൂഹം കൂടി ഈ ക്വസ്റ്റ്യൻ ഉന്നയിക്കണം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കണം. അവർ കുട്ടികളല്ലേ? കുട്ടികളാണല്ലോ. കുട്ടികളായതുകൊണ്ട് അവരുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കണം. ആര് ക്ഷമിക്കണം? തല്ലുകൊണ്ടവൻ ക്ഷമിക്കണം.
തല്ലിയവനല്ല തല്ല് കൊണ്ടവൻ, അവൻ പിന്നെയും ക്ഷമിച്ചോളാനാ പറയണം. അപ്പം കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് കൊടുക്കണം. ഇവരെ ആരെയും തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കുകയല്ല. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ ഇങ്ങനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി മർദ്ദിക്കുന്നതും, അതും പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിലുള്ള വിഭാഗങ്ങളുമായിട്ട് ആക്രമണം നടത്തുന്നതും വലിയ ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് ഈ കുട്ടികൾക്ക് ആര് പറഞ്ഞു കൊടുക്കും? പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ കുട്ടികൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ വരട്ടെ. അവിടുത്തെ വളരെ ലൂസ് ലെവലിലുള്ള കോടതി പറയട്ടെ. അവരോട് എല്ലാ മാസവും വന്ന് ഒപ്പിടാൻ പറഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഒപ്പിടാൻ പറഞ്ഞാൽ പോലും ആ കുട്ടികൾക്ക് അതൊരു പാഠമാകണം. മാത്രമല്ല, ഇവരൊക്കെ വമ്പിച്ച ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത്. അപ്പം ഇതിന് സമൂഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിനും ബാധ്യതയുണ്ട്. അത് ഏറ്റെടുക്കേണ്ടതിന് പകരം ആദിത്യൻ്റെ അച്ഛനെ വന്ന് സ്വാധീനിക്കുക, പിള്ളേരല്ലേ പോട്ടെ എന്ന നിലക്ക്. അങ്ങനെയല്ല, കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ആ കുറ്റകൃത്യത്തിൽ സമുദായം ഒന്നടങ്കം ഡിമാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സമുദായത്തെ പൂർണ്ണമായും അവഗണിച്ച് കളയാമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നതും അവർ ചെയ്യുന്നതും. ഇനിയുള്ള കാലത്ത് അതങ്ങനെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല എന്നാണ് ഈ സമയത്ത് രാഷ്ട്രീയ നേതൃത്വത്തെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മളും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് നമ്മുടെ കാര്യം കൂടി നടത്തിയെടുക്കാൻ. നമ്മുടെ കാര്യം നടത്തുന്നില്ല, ഇപ്പം ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത് എന്ന തീരുമാനവും നമുക്ക് എടുക്കേണ്ടി വരും. ഏതായാലും ഒരു കാര്യം സത്യമാണ്, വൈപ്പിൻകരയിലെ സമുദായ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ധാർമ്മികവും നൈതികവും അതോടൊപ്പം തന്നെ നിയമപരവുമായി ശരിയായൊരു കാര്യമാണ്. അത് നിറവേറ്റിക്കൊടുക്കാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതിനു മുമ്പ് വീഴ്ച വന്നിട്ടുള്ളത് പരിഹരിച്ച് അടിയന്തരമായി ഇടപെട്ട് ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കണമെന്നുള്ള ശക്തമായൊരാവശ്യമാണ് സമുദായ നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിൽ നീതി കിട്ടുന്നത് വരെയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും അതിൻ്റെ ഭാഗവുമായി നിലകൊള്ളുമെന്ന് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മാഭിമാനികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമുദായ അംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും ജയ് ഭീം.